സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കുന്നതിന് നിർദ്ദേശം സമർപ്പിക്കാൻ 10 സമിതിയെ നിയോഗിച്ചു. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറാണ് അധ്യക്ഷൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകളിൽ സമഗ്ര പരിഷ്കരണത്തിനുള്ള ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം, അതിന് പിന്നാലെ ഈ 10 സമിതി, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സമിതി പരിശോധിക്കുക? ഷഫീദ്, രജിത, സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്ക് ഇനി കാഠിന്യമേറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഡ്രൈവിംഗ് ടെസ്റ്റും ലേണേഴ്സ് ടെസ്റ്റും പരിഷ്കരിക്കുന്നത്. താരതമ്യേന എളുപ്പമാണ് നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണം ഡ്രൈവിംഗിൽ മികവില്ലാത്തതുമാണെന്ന നിഗമനത്തിലാണ് മന്ത്രി പരിഷ്കാരങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്. ഈ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനത്തിൽ തന്നെ ഈ തീരുമാനം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ പരിഷ്കാരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി ഗതാഗത വകുപ്പ് 10 കമ്മീഷനെ നിയമിച്ചു. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷൻ അധ്യക്ഷനായാണ് പുതിയ സമിതി. ഇവരോട് ഒരാഴ്ചയ്ക്കുള്ളിൽ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗതാഗത മന്ത്രി ചുമതലയേറ്റ ശേഷം വലിയ പരിഷ്കാരങ്ങൾ കെ ബി ഗണേഷ് കുമാർ നടത്തുമെന്നുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് അപകടങ്ങളടക്കം കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകളും അതേപോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റുകളിലും ഇങ്ങനെയുള്ള ചില പരിഷ്കാരങ്ങൾക്ക് തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.